ഡിസ്ക്ലൈമർ ആദ്യം തന്നെ കാക്ക, പഴുതാര, പക്ഷി, കിളി, പശു, കോഴി അങ്ങനെ വല്ല ബാക്ക്ഗ്രൗണ്ട് നോയ്സുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒക്കെ ഇഗ്നോർ ചെയ്യുക. ചുറ്റുപാടിൽ എല്ലാം ഉണ്ട്. പ്രകൃതി രമണീയമായ സ്ഥലമുണ്ട്. ഇവിടെ എല്ലാവിധ ജീവജാലങ്ങളുടെയും സൗണ്ടുകൾ കേൾക്കുന്നതായിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ. അതൊക്കെ മാക്സിമം ഇഗ്നോർ ചെയ്യാൻ ശ്രമിക്കുക. മാർച്ച് 27 ഞാൻ നാട്ടിലെത്തിയത്. ഒരു 1.5 കൊല്ലം ഓഫീസിലുണ്ടായിരുന്നു. അവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോയുടെ കമന്റ് ബോക്സിൽ കുറെ ചോദ്യങ്ങളുണ്ട്. ഇപ്പോഴും എനിക്ക് കുറെ എൻക്വയറി വരുന്നോണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ചോദ്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി യൂസ്ഫുൾ ആവുന്ന വിചാരിച്ച കുറച്ച് ചോദ്യങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോ ആദ്യത്തെ ചോദ്യം, ബ്രോ കോണ്ടാക്ട് നമ്പർ പ്ലീസ്. കോണ്ടാക്ട് നമ്പർ പറഞ്ഞ് കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുക്കാറില്ല. പിന്നെ എൻ്റെ ഇതിൽ കൊടുത്തിട്ടുള്ള മോർഷൻ നമ്പറാണ്. പക്ഷെ അത് പിന്നെ ഈ ഫോണിലാണുള്ളത്. ഇത് പിന്നെ ഞാൻ വല്ലപ്പോഴേ എടുക്കാറുള്ളൂ. ഞാനിപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്ന ഫോണിലാണ് എൻ്റെ പേഴ്സണൽ യൂസിന് ഉപയോഗിക്കാറ്. ഇത് പിന്നെ വെറുതെ പഴയ ഫോണാണ്. ഇതിനാണ് മറ്റേ മോറിഷൻ സിം ഒക്കെ ഉള്ളത്. അപ്പോൾ അതിലത്തെ വാട്സാപ്പ് മെസ്സേജ് ചെയ്തിട്ട് കാര്യമില്ല. എത്രയും ബെറ്റർ നിങ്ങൾക്ക് അങ്ങനെ പേഴ്സണൽ ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാനിവിടെ എവിടെയെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയക്കുക. അതാകുമ്പോൾ എൻ്റെ ഫോളോവേഴ്സും കൂടും, നിങ്ങൾക്ക് അപ്ലൈ റിപ്ലൈയും കിട്ടും. പാർട്ട് ടൈം ചെയ്താൽ എത്ര ഉണ്ടാക്കാൻ പറ്റും ഇന്ത്യൻ മണി? പാർട്ട് ടൈം ചെയ്താൽ ഇന്ത്യൻ മണി 35 to 40,000 രൂപ ഇന്ത്യൻ മണി ഉണ്ടാക്കാൻ പറ്റും. അത് അത്രയും കഷ്ടപ്പെടണം കേട്ടോ. അത്രയും കഷ്ടപ്പെട്ട് അധികം ഓഫ് നിൽക്കാണ്ട് പട്ടിപ്പണിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ 35 to 40 ഉണ്ടാക്കാൻ പറ്റും. നേഴ്സും നല്ല സാലറി കിട്ടുമ്പോൾ നേഴ്സുകൾ അവിടെ ഉണ്ട്. മലയാളി നേഴ്സുകളൊക്കെ ഓഫീസിലുണ്ട്. ഹെൽത്ത് കെയറിലും അങ്ങനെ കേട്ടിട്ടുണ്ട്. സാലറി എത്രയാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ബ്രോ ചെയ്യുന്ന കോഴ്സ് ഏതാ? കോഴ്സ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം മാനേജ്മെന്റ്. ബ്രോ ഏതാ കോളേജ്? ഞാൻ കോളേജ് അല്ല, ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ജിറ്റ്സ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം മാനേജ്മെന്റ് ആണ് ഞാൻ അവിടെ പഠിച്ചത്. വിസ പ്രോസസിങ് കോസ്റ്റ് ഇല്ല. അങ്ങനെ വിസ പ്രോസസിങ് കോസ്റ്റോ വിസ വരാനുള്ള പ്രശ്നമോ IELTS അങ്ങനെയൊന്നും മോശം ആവശ്യമില്ല. പോയി എത്ര എക്സ്പെൻസ് ആയി? ഞാൻ ഫ്ലൈറ്റിലാണ് പോയത്. അതിന് ഉത്തരം തന്നെയല്ലേ. എങ്ങനെ പോയത് വെച്ചാൽ ഫ്ലൈറ്റിലാണ് പോയത്. എത്ര എക്സ്പെൻസ് ആയി? അറൌണ്ട് 3 to 4 lakhs Indian rupees. ബ്രോ IELTS വേണോ? IELTS വേണ്ട ബ്രോ. IELTS ഒന്നും വേണ്ട. മോർഷസിൽ ഇപ്പോൾ ഏത് കോഴ്സ് എടുക്കുകയാണെങ്കിലും IELTS വേണ്ടി വരില്ല. ഇനിയിപ്പോൾ ജോബ് വിസ, വർക്ക് വിസയിലൊക്കെ അങ്ങനെ പോവുകയാണെങ്കിലാണ് ചിലപ്പോൾ IELTS വേണ്ടി വരുള്ളൂ എന്ന് തോന്നുന്നു. ഫുൾ ടൈം വർക്കിന് വന്നാൽ ബേസിക് സാലറി എത്ര കിട്ടും? ഫുൾ ടൈം വർക്ക് വിസയിലൊക്കെ വന്നാലും 30 to 35 രൂപയാണ് കിട്ടുക. അതൊക്കെയാണ് ബേസിക് ആണ് കിട്ടുക, 30-35. പിന്നെ നിങ്ങളുടെ ജോബും നിങ്ങളുടെ പോസ്റ്റ് അനുസരിച്ചിട്ട് ഇരിക്കും. അത് വാരി ചെയ്യും എത്രയാണ് സാലറി എന്നൊക്കെ. ബ്രോ ക്യാൻ ഐ കോണ്ടാക്ട് യു? ഐ എം ആക്ച്വലി പ്ലാൻ ടു കോണ്ടാക്ട് പറഞ്ഞല്ലോ. ഇൻസ്റ്റാഗ്രാം എവിടെയും കൊടുക്കാം. പ്ലീസ് ടു ഫോളോ മീ ഓൺ ഇൻസ്റ്റ. നിങ്ങൾക്ക് റിപ്ലൈ വിത്തിൻ സെക്കൻഡ്സ് റിപ്ലൈ തരുന്നതായിരിക്കും. വൈറ്റ്ഫീൽഡ് ബിസിനസ് സ്കൂൾ നല്ലതാണോ? വൈറ്റ്ഫീൽഡ് ബിസിനസ് സ്കൂളിനെ കുറിച്ചിട്ടോ ഓറ അങ്ങനെ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. വേറെ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടും കോളേജുകളും എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ പഠിച്ച JSTM-ലാണ്. JSTM-നെ കുറിച്ച് ചോദിക്കാം. ഓപ്ഷൻ വിസയിൽ വന്നാൽ പാർട്ട് ടൈം ജോബ് കിട്ടും. ഓപ്ഷൻ വിസയിൽ വന്നാൽ പാർട്ട് ടൈം ജോബ് അല്ല, നിങ്ങൾക്ക് വേണ്ടി ഫുൾ ടൈം ജോബും ചെയ്യാം. അത് പോസിബിൾ ആണ്. എത്ര ഹവേഴ്സ് പാർട്ട് ടൈം ജോബ് ചെയ്യാം? എത്ര വേണമെങ്കിലും ചെയ്യാം. ഇവിടെ അങ്ങനെ യൂറോപ്പ് പോലെ ടൈം ലിമിറ്റ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഡബിൾ ഷിഫ്റ്റ് ഡെയിലി എടുക്കാം. പക്ഷെ നിങ്ങളുടെ ഹെൽത്ത് നിങ്ങളുടെ ഒക്കെ നോക്കിയിട്ട് മതി. ബ്രോഡ് എക്സ്പെൻസസ് ആൻഡ് ടാക്സ്. പിന്നെ പാർട്ട് ടൈമിനെ പറ്റി ഒരു വീഡിയോ. ടാക്സ് ഇല്ല. എക്സ്പെൻസ് ഒരു ഡേയുടെ എക്സ്പെൻസ് അറിയില്ല. ഒരു മാസം എനിക്ക് 5,000 to 6,000 ഒക്കെ വരാറുണ്ട്. 100 രൂപ. പാർട്ട് ടൈമിനെ പറ്റിയൊരു വീഡിയോ, പാർട്ട് ടൈമിനെ മാത്രം കുറച്ചൊരു വീഡിയോ ചെയ്യാനും അത്രയൊന്നും ഐ ഡോണ്ട് തിങ്ക് സോ. അതിന് മാത്രം നല്ല ടോപ്പിക് അല്ല അത്. ചിലവൊക്കെ എങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ല, 6,000 ഒക്കെ വേണ്ടി വരും ഒരു മാസം. എനിക്ക് വേണ്ടി വന്നിരുന്നു. ഞങ്ങൾ പിന്നെ ഒരു 5 പേര് ഒരുമിച്ച് താമസിക്കൊണ്ട് ഒക്കെ ഡിവൈഡ് ചെയ്തിട്ടാണ് റെന്റ്, ചെലവ് ഒക്കെ ഡിവൈഡ് ചെയ്ത് എടുക്കുകയാണ് പരിപാടി. ഏൺ ചെയ്യാൻ പറ്റുമോ? ഏൺ ചെയ്യാൻ പറ്റും. ബ്രോ ഹോസ്പിറ്റൽ ടൂറിസം കോഴ്സ് കഴിഞ്ഞാൽ ജോബ് നമ്മളെ സ്വയം ചീക്ക് ചെയ്യണോ അതോ ക്യാമ്പസ് ഇന്റർവ്യൂ സെറ്റപ്പ് പോലെ വല്ലതും ഉണ്ടോ? ജോബ് നമ്മൾ തന്നെ സീക്ക് ചെയ്യണം. എനിക്ക് തോന്നുന്നില്ല ഒരു ക്യാമ്പസും പ്ലേസ്മെന്റ് തോന്നുന്നില്ല. കാരണം ഇതൊരു 1 year ഡിപ്ലോമയാണ്. 1 year ഡിപ്ലോമ സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ വെച്ചിട്ട് നമുക്കൊരു ജോബ് ഒക്കെ കിട്ടാൻ പാടാണ്. എനിക്ക് തോന്നുന്നില്ല ഒരു യൂണിവേഴ്സിറ്റി നമുക്ക് ജോബ് സെറ്റ് ആയിട്ട് തോന്നുന്നില്ല. പഠിക്കാൻ എങ്ങനെയുണ്ട് ബ്രോ? പാടാണോ? പഠിക്കാൻ പാടാണോ? പാടല്ല, ഈസിയാണ്.
10ാം ക്ലാസ് പഠിച്ചിട്ട് അത്ര പോലെ പഠിക്കേണ്ട ആവശ്യമില്ല, എളുപ്പമാണ്. ഹൗ ഈസ് ഇറ്റ് വാട്ട് അബൌട്ട് കോഴ്സസ് ആൻഡ് ഹൗ കംഫർട്ടബിൾ യു ആർ ദർ? ഇപ്പൊ നാട്ടിലെത്തിയിട്ടുണ്ട്, അവിടെ ആകുമ്പോൾ കംഫർട്ടബിൾ ആയിരുന്നു. അവിടെ നിങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ ചിലപ്പം കംഫർട്ടബിൾ ആവില്ല. നിങ്ങൾ ഗ്രൂപ്പൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത്രയും ബെറ്റർ. 1-2 പേരുണ്ടെങ്കിൽ. എനിക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കുറെ എൻക്വയറി വരുന്നുണ്ട്. കാരണം ഇപ്പോൾ 10+2 ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയമാണ്. എല്ലാ സ്റ്റുഡൻസും പുറത്തു പോകാൻ വേണ്ടി നിൽക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. കുറെ പേര് മോഴ്സിനെ കുറിച്ച് എൻക്വയറി ചെയ്യുന്നുണ്ട്. ഈ Q&A പാർട്ട് 2 വേണമെങ്കിൽ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെസിഫൈ ആയിട്ടുള്ള വല്ല വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യും. അപ്പോൾ ഇനിയും കുറച്ചൊക്കെ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.